മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു ആരാധനയാണ്. പക്ഷെ പുള്ളിക്ക് എന്നെ അത്ര ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമസ്കാരം. ഗണേഷ് കുമാറിൻ്റെ മന്ത്രിമന്ദിരത്തിലെ അവിഹിത വീഴ്ച മച്ചാനും തോളത്ത് കൈയിട്ട് അങ്ങോട്ട് സൗമ്യതയിൽ തീർത്താൽ മതിയോ? മച്ചാനെന്ന് ഉദ്ദേശിച്ച് അവരുടെ ഭാര്യ ഭർത്താവ് മാത്രമല്ല, ഗണേഷ് കുമാർ മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളും തോളത്ത് കൈയിട്ട് ആ പ്രശ്നം അങ്ങോട്ട് ഒതുക്കി തീർത്ത് കഴിഞ്ഞാൽ മതിയോ? അതാണ് ഇവിടുത്തെ നിയമം, അതാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ഗൂഢാലോചന നടന്നെന്ന സിബിഐ. കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ, ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജ്, വിവാദ ദല്ലാൾ എന്നിവർ ചേർന്ന് ഉമ്മൻചാണ്ടിയെ കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് സിബിഐ പറയുന്നത്. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. എന്നെ അനുഗ്രഹിക്കണം. കാരണം ആ ഒരു സംഭവത്തെപ്പറ്റി ഈ മന്ത്രിയുടെ ഭാര്യ ഇവിടെ പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇവിടെ നിയമ നടപടി സ്വീകരിക്കേണ്ടതില്ലേ സ്വാഭാവികമായിട്ടും? എന്താണെങ്കിലും ശരി, ഈ ഒരു വീഡിയോയിലൂടെ പൊതുസമൂഹം ഈ സ്റ്റേറ്റിൻ്റെ തലവൻ, ഭരണഘടനാ തലവനായ ബഹുമാനപ്പെട്ട ഗവർണറോടാണ് ആവശ്യപ്പെടുന്നത്. ഗവർണർക്ക് നേരിട്ട് പരാതി നൽകാനും സമൂഹത്തിലുള്ള ചില വ്യക്തികൾ തീരുമാനിച്ചിട്ടുള്ളതായിട്ട് അറിഞ്ഞിരിക്കുന്നു. അതായത് അന്നേ ദിവസം ഈ മന്ത്രിയുടെ ഭാര്യ അവരുടെ വീട്ടിൽ മന്ത്രിയുടെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ കിടപ്പുമുറിയിൽ കണ്ട കാഴ്ച പൊതു സമൂഹത്തിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്ര മ്ലേച്ഛമായൊരു കാഴ്ച കണ്ടു എന്നാണ് അവർ പൊതുസമൂഹത്തിൽ പരസ്യമായിട്ട് വ്യക്തമാക്കി തന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ആ കണ്ട സംഭവങ്ങൾ അന്നേ ദിവസം തന്നെ ഒരു മുൻ DGPയും അവരുടെ ബന്ധുവുമായിരുന്ന R. ശ്രീലേഖയോട് നേരിട്ട് അറിയിക്കുകയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളും ഇവിടുത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുമായ ശ്രീ വീണ വിജയനോട് അല്ലെങ്കിൽ വീണ റിയാസിനോടും അത് അപ്പോൾ തന്നെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ 112 വിളിച്ച് ടോൾ ഫ്രീ നമ്പറായ പോലീസ് സഹായം തേടുന്ന സ്ത്രീകൾ നമുക്കെപ്പോഴും ഏത് സമയത്തും പെട്ടെന്ന് വിളിക്കാവുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നതായും അവർ തന്നെ പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോൾ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക? സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയല്ലേ? മന്ത്രി സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ? ഞാൻ വിളിച്ചു, 112 വിളിച്ചു. അവർ വന്നു. പക്ഷെ അവർക്ക് അവരുടെ പരിധിയിലുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അവരുടെ പരിധിയിലുള്ള സ്റ്റേഷനല്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല. ബിക്കോസ് ഞാൻ വളരെ ഒരു ഡിസ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വിളിച്ചപ്പോൾ ലേഖ ചേച്ചി, എന്റെ ബ്രദറിന്റെ വൈഫിനെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് 112 കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞു. ബിക്കോസ് ഐ വാണ്ടഡ് പ്രൊട്ടക്ഷൻ. എന്റെ ഫോണെല്ലാം എടുക്കാനും മിനിസ്റ്ററുടെ സ്റ്റാഫ് ഡ്രൈവറായ ശാന്തൻ ശ്രമിച്ചപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. ലേഖ ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു 112 വിളിക്കാൻ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് പോലീസ് വന്ന് പുറത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു മന്ത്രിയുടെ ആരാണ്? ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ലൈസൻസ് ബട്ട് ഐ നീഡ് പ്രൊട്ടക്ഷൻ. എനിക്ക് വീട്ടിനുള്ളിലേക്ക് തിരിച്ചു പോയി എന്റെ സാധനങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിധിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പിണറായി വിജയൻ സാറെ വിളിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞല്ലോ മാഡം വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിങ്ക് പോലീസ് വരുന്നു. അത് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ ഒരു സ്റ്റാഫ് പുറത്ത് വന്ന് പറഞ്ഞു, അയ്യോ ചേച്ചി, പോലീസൊക്കെ എന്തിനാ ചേച്ചിക്ക് ഉള്ളിൽ വന്നത്? ചേച്ചിയുടെ വീടാണ്. എനിക്ക് എന്റെ വീടാണ്. എനിക്ക് ഈ സാധനങ്ങൾ എടുക്കാൻ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഞാൻ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി വാ, ഉള്ളിൽ വാ എന്നൊക്കെ പോലീസ്, പിങ്ക് പോലീസ് ഒരു മാഡം ഉള്ളിൽ പോകും, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അങ്ങനെ വിളിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ പോയി ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് എന്ത് പെട്ടി പാക്ക് ചെയ്യാനാ? 13 years ഓഫ് മൈ ലൈഫ് ഡേർ. എന്താണ് ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എന്താ പാക്ക് ചെയ്യുന്നത്? എന്നാലും ഞാൻ എന്തൊക്കെയോ പെട്ടിയിൽ വാരിയിട്ട് ഐ വാസ് ഇൻ സച്ച് എ ടെറിബിൾ സ്റ്റേറ്റ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും പ്രദീപ് അവിടെ വാതിൽ അടച്ചു കഴിഞ്ഞു, മെയിൻ ഡോർ അടച്ചു. So I was trying to open the door. എന്റെ കൈയെല്ലാം പിടിച്ച് മാറ്റി വാല് തുറക്കാൻ സമ്മതിക്കുന്നില്ല. ഐ ആം തിങ്കിങ് ദി പോലീസ് ഇസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ മീ. അപ്പൊ ഞാൻ വാതിൽ കൊട്ടിയിട്ട് പറയുന്നത് പോലീസ് ഹെൽപ്പ്. ഒരു ശബ്ദമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പ്രദീപിനോട് പറയും മര്യാദയ്ക്ക് മാറിക്കോ, എനിക്ക് പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവസാനം ബാക്കിൽ മനോജ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനോജ് ഒന്ന് പറയും പ്രദീപിനോട് വാല് തുറക്കാൻ, എനിക്ക് പോണം. എന്നാലും പ്രദീപ് പറഞ്ഞാൽ മനോജ് പറയുന്നുണ്ട് പ്രദീപിനോട് വാല് തുറന്നു കൊടുക്കുമെന്ന്. എന്നിട്ട് ഈ പ്രദീപ് കേൾക്കുന്നില്ല, എന്റെ കൈ പിടിച്ച് മാറ്റാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് തുറന്നോളൂ,
എന്നൊന്ന് എങ്ങനെയോ തുറന്ന് ഞാൻ വിചാരിക്കുന്നു പോലീസിനെ എന്തൊക്കെ ഒന്ന് പറയണമെന്ന് നോക്കും പിങ്ക് ആരും ഇല്ല അവിടെ, ഒരാളും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ ടാക്സി ഞാൻ വിളിച്ചത് അവര് അതിനെക്കാട്ടും പേടിച്ചു. മിനിസ്റ്റർ വീട്ടിലേക്കാന്ന് പറഞ്ഞപ്പോൾ ടാക്സിക്കാർ പോലും വരാൻ പേടിച്ചു. എന്നിട്ട് അവര് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ അവരുടെ അടുത്ത് വരാൻ പറഞ്ഞു, അവര് പേടിച്ചു. അത് കഴിഞ്ഞ് കാറിലിരുന്ന് അവർക്ക് പേടി, മാഡം ഞങ്ങളെ വല്ലതും ചെയ്യുമോ? ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, ഞങ്ങൾക്ക് പാലക്കാട്ടിലേക്ക്. എന്നിട്ട് ത്രൂ ഔട്ട് മൈ ജേർണി അവർക്ക് പേടിയാണ്, ഞങ്ങളെ വല്ലതും ചെയ്യുമോ, ഞങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, എന്നെ പാലക്കാട് കൊണ്ടുവിട്. രാത്രി 2 മണിക്കാണ് ഞാൻ പാലക്കാട് എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഞാൻ ആരുടെ ഫോണോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ റീസൺ, മന്ത്രി ഇപ്പോ മിനിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു 112 വിളിക്കുന്നത് വട്ടായവരാണെന്ന്. എന്റെ ബെഡ്റൂമില് എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക? സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയല്ലേ? മന്ത്രി സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ? അങ്ങനെയാണോ ചെയ്യാ? നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടെ ചേർന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കില്ലല്ലോ. ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ മന്ത്രിയെ തൊട്ടില്ല, ആ സ്ത്രീയെ തൊട്ടില്ല, ഞാൻ ആരെയും ഒരു ബാഡായിട്ടൊന്നും പറഞ്ഞില്ല. ബിക്കോസ് ഐ എം എ ബിലീവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അങ്ങനെയല്ല ബൈബിളിൽ പഠിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സ് വിഷമമാണ്. പക്ഷേ എനിക്ക് വട്ടാണ്. ഇതെനിക്ക് അറിയായിരുന്നു. എനിക്ക് സംശയ രോഗമാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നതിന്റെ കൊണ്ട് മാത്രം ഞാൻ ആ ഫോണിൽ അതെല്ലാം പകർത്തി. അപ്പൊ ശാന്തനോട് പറഞ്ഞു അവരുടെ ഫോൺ എടുത്ത് മാറ്റി, അവര് തടയെന്ന് പറഞ്ഞു. അപ്പൊ ശാന്തൻ അത് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാനത് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ആക്കിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ ചേച്ചിയെ വിളിച്ചാൽ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ചേച്ചിയെ വിളിക്കുകയാണെന്ന്. അവർക്കറിയാം ലേഖ ചേച്ചി എന്ന് പറഞ്ഞാൽ ലേഖ ചേച്ചിനെ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുന്നത്. അപ്പൊ അവരൊന്നും മടിച്ചു. അത് ആ ഒരു സെക്കൻഡിൽ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്ന് ചേച്ചിയെ വിളിച്ചു. ഞാൻ ചേച്ചി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഉടനെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ സ്റ്റേറ്റ് ആ കാര്യത്തിനകത്തൊരു നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ, ആദ്യം പറഞ്ഞതുപോലെ മച്ചാനും തോളത്ത് കൈയിട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇവിടുത്തെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. കാരണം ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്ന ഭരണകർത്താക്കളാണല്ലോ ഈ അഭിപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ അത് ഒരു കാരണവശാലും നീതീകരിക്കാവുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റിൻ്റെ തലവനും കൂടിയായ ബഹുമാനപ്പെട്ട ഗവർണർ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിനകത്ത് നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അവരാ പറഞ്ഞു വെച്ചിരിക്കുന്നതിനകത്തൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. മന്ദിരത്തിൽ കടന്നു നിന്ന് കഴിഞ്ഞപ്പോൾ ഇവർ അവിടുത്തെ കിടപ്പറ രഹസ്യങ്ങളെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ചു എന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ പരസ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് എന്താണ് സംഭവം എന്നുള്ളത് സ്വാഭാവികമായിട്ട് അറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്, അതായത് മന്ത്രിയുടെ ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഈ മന്ത്രിയുടെ ഭാര്യയെ തടഞ്ഞു നിർത്തുകയും കയ്യിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു എന്ന് പറയുന്നു. അത് ഗുരുതരമായൊരു കുറ്റമാണ്. അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാര്യയെ മുറിയിൽ പൂട്ടിയിട്ടു തടഞ്ഞു നിർത്തി എന്ന് പറയുന്നുണ്ട്. അത് അതിനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇനി അതിനേക്കാളല്ല ശേഷം മന്ത്രിയുടെ കിടപ്പുമുറിയിൽ അന്ന് ഉണ്ടായിരുന്ന സ്ത്രീയെ അല്ലെങ്കിൽ പെൺകുട്ടി അവരെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ കടത്തിക്കൊണ്ട് പോയി എന്ന് ഈ മന്ത്രിയുടെ ഭാര്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കടത്തിക്കൊണ്ട് പോയ സ്ത്രീയെ ഇത്രയും വലിയ പ്രമാദമായൊരു വിഷയത്തിൽ സാക്ഷിയാകേണ്ട ആ കടത്തിക്കൊണ്ട് പോയ സ്ത്രീ ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിപ്പുണ്ടോ അതോ അവരെ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹം അല്ലെങ്കിൽ ഇവിടുത്തെ നീതി ബോധം ഉള്ള സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിലും ഗവർണർ അത്യാവശ്യമായിട്ട് ഇടപെടുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് കാണേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മന്ത്രി ദുരുപയോഗം ചെയ്ത സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി അത് 18 വയസ്സിൽ താഴെയുള്ളതാണെങ്കിൽ പോക്സോ കേസ് സ്വാഭാവികമായിട്ടും മന്ത്രിക്കെതിരെ വരേണ്ടതാണ്. അപ്പോൾ അത് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയാണോ അതല്ലെങ്കിൽ 18 പ്രായപൂർത്തിയായ പെൺകുട്ടിയാണോ അല്ലെ സ്ത്രീയാണോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ അറിയേണ്ടതുണ്ട്. എന്താണെങ്കിലും മന്ത്രി അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് മന്ത്രിക്ക് 5000 പ്രണയിനികൾ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ ഒരു വാചകമുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു വാചകമുണ്ട്. ഇവിടെ മന്ത്രിയെ സംബന്ധിച്ച് ഈ മന്ത്രിയുടെ വാചകം അത് മറ്റൊരു രീതിയിൽ യൂട്ടാനെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്രിയെ പോലുള്ള ഒരൊറ്റയ്ക്കൊരു പുരുഷനെ കൊണ്ട് 5000 സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്നുള്ള നിലയിലേക്കാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. കാരണം മന്ത്രിക്ക് അവിടെ ഒരു കള്ള ഉപദേശിയൊക്കെ എപ്പോഴും കൂട്ടിനുണ്ടെന്നും പറയുന്ന കേൾക്കാം. ഒരു കള്ള പാസ്റ്റർ അയാളുടെടുത്തൊക്കെ എപ്പോഴും പോയി കുമ്പസാരിക്കുകയോ എപ്പോഴും പോയി ഉപദേശം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ പല വീഡിയോസും കാണാറുമുണ്ട്. കൊട്ടാരക്കര തന്നെയുള്ള ഒരു കള്ള പാസ്റ്ററാണെന്നാണ് പറയുന്നത്. ശരി, ആരും ആയിക്കോട്ടെ, കള്ളനാണെങ്കിലും നല്ലവനാണെങ്കിലും അത് അല്ല ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്ന ഒരു മന്ത്രി ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മന്ത്രിയുടെ ഭാര്യ വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്.
അവരുടെ ഫോണിൻ്റെ DVR ഇയാൾ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് കൈക്കലാക്കുന്നു. അതോടൊപ്പം തന്നെ കോൾ ഡീറ്റെയിൽസ് അവർ ചോർത്തുന്നു, അവരുടെ ഡാറ്റാസ് എല്ലാം ചോർത്തുന്നു. അതൊക്കെ ഗുരുതരമായ കുറ്റമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഫോൺ, അതിപ്പോൾ ആര് തന്നെയാണെങ്കിലും ഓരോ വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ശരി, മക്കളാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും ശരി, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രത്യേകിച്ച് ഫോൺ ചോർത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള ഒരു കുറ്റമാണ്. അപ്പോൾ ഒട്ടനേകം കുറ്റങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് ആ ഒരു വിഷയം സംബന്ധിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറ്റങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റിൻ്റെ ഭരണ തലവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ ഭരണഘടനാ തലവൻ ആയ ബഹുമാനപ്പെട്ട ഗവർണറെങ്കിലും ആ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അത് ഇനി നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പരാതികളുമായിട്ട് ഇവിടെ പൊതുസമൂഹത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഗവർണറെ സമീപിക്കുന്നതായിട്ടൊക്കെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്താണെങ്കിലും ശരി, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനകത്ത് കേസെടുത്തേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഇതുവരെയും പൊതുമണ്ഡലത്തിൽ ലഭിച്ചിരിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 ഡസനോളം വളരെ ഗൗരവമുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടിരിക്കുകയാണ് ഈ മന്ത്രിയും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിനകത്തൊരു തീരുമാനം ഉണ്ടാകണം. മന്ത്രിയുടെ കുൽസിത പ്രവർത്തനങ്ങളെപ്പറ്റി നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. പൊതുമണ്ഡലത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്ന കാര്യങ്ങളും ഇതിനു മുമ്പുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രിയെ ഒതുക്കി ഇല്ലാതാക്കാൻ ഞാൻ അയക്കിട്ടൊരു പണി കൊടുക്കും എന്ന് ഈ മന്ത്രിയുടെ തന്നെ പഴയ ഒരു പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുധീർ മലയിൽ, അതായത് 2011 മുതൽ 2013 വരെ ഈ KB ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുധീർ മലയിൽ ഈ കഴിഞ്ഞിടെ കൊട്ടാരക്കര കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നതായിട്ടും അതോടൊപ്പം തന്നെ ഈ ദിവസം ഈ സോളാർ കേസ് തുടർന്നും പോകേണ്ടതില്ല, അല്ലെ സോളാർ കേസ് നിർത്തി വെക്കണം എന്ന്, തുടരന്വേഷണം വേണ്ടതില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ നൽകിയിരുന്ന ഹർജി അത് തുടരന്വേഷണം മുന്നോട്ട് തന്നെ പോകണം എന്ന് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാറിൻ്റെ ചെയ്തികൾ വളരെ ദുരൂഹമാണ്. ദൈവം പോലും ഒരിക്കലും ഇയാളോട് പൊറുക്കാത്ത തരത്തിൽ സരിതയെ കൊണ്ട് ഓരോന്ന് പറയിക്കുകയും എഴുതിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പിന്നിൽ ശ്രീ KB ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ PAയുമാണ് എന്ന് ഈ അവസരത്തിൽ ഇവിടെ പറയാതിരുന്നാൽ അതൊരു ദൈവദോഷമാകും എന്നുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിക്കുകയാണ്. കരിക്കൻ വെള്ളം പോലെ പരിശുദ്ധനായ ഉമ്മൻചാണ്ടി സാറിനെ കേരളത്തിലാകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാപാലികരായ DYFIയുടെ നേതാക്കന്മാർ കല്ലെറിയുകയും കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ പരിക്കേറ്റു. അതിനുപോലും സാഹചര്യമുണ്ടാക്കിയിട്ടും ഇന്ന് വരെ ആ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഇത്രയും പരമ പാവപ്പെട്ട ഒരാളായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ, ആ രഹസ്യം അദ്ദേഹം പറയാത്തിടത്തോളം എനിക്കും പറയാൻ വയ്യ. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീ KB ഗണേഷ് കുമാറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി, ആ ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ക്രിമിനൽ വ്യക്തിത്വത്തിന് ഒരു ഉടമയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പൊതുസമൂഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ, ഈ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ ഈ ഒരു സംഭവത്തിനകത്ത് ഒരു 1/2 ഡസനോളം വരുന്ന കൊടും ക്രൂരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ ഒരു ശൃംഖല തന്നെ അവിടെ വെളിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ പൊതുമണ്ഡലത്തെ അറിയേണ്ടതുണ്ട്. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ, ഭരണഘടനാപരമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹം അത് ശക്തമായൊരു ആവശ്യമായിട്ട് ഉന്നയിക്കുന്നു. ആ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം എന്ന് അതിശക്തമായ ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.